കുറച്ച് കടന്നു കഴിഞ്ഞാൽ എൻ്റെ അസുഖം മാറും. കുറച്ച് നേരം കിടന്നിട്ടുണ്ട്. എനിക്ക് അടുക്കളയിൽ പണിയെടുക്കണമെങ്കിൽ കിടക്കണം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിബി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം 4 മണി മുതൽ പിന്നെ രാത്രി കിടക്കുന്നത് വരെയുള്ള വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തതിനെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അത് സമയം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഞാൻ അടുക്കളയ്ക്ക് ഇറങ്ങുന്നത്. അടുക്കളയിലെത്തിയ സ്പോട്ടിൽ തന്നെ ഞാൻ ചോറിനുള്ള അരി ഇടുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പച്ചക്കുള്ളതാണ്, പിന്നെ ഇത് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഇടുന്നത്. ഇവിടെ ഞങ്ങൾ 3 പേരും കുറേശ്ശെ ചോറ് തന്നെയുണ്ട്. പിന്നെ നോമ്പ് നോൽക്കാനുള്ളതല്ലേ, അതാണ് കേട്ടോ വേവുള്ള അരി ഇടുന്നത്. നോമ്പ് അല്ല എന്നുണ്ടെങ്കിൽ റേഷൻ അരിയാണ് കേട്ടോ ഇടാറ്. അങ്ങനെ അതിട്ടതിൻ്റെ ശേഷം പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കുകയെന്ന് വെച്ചു. അപ്പോൾ അത് മിക്സിയിലാണ് കേട്ടോ അരക്കുന്നത്. കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. നോമ്പാകുമ്പോൾ പിന്നെ കടി ദോശ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പത്തിരിക്കല്ലേ നടക്കുള്ളൂ. പത്തിരി പിന്നെ എന്നെക്കൊണ്ട് എന്നൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ ദോശയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. മിക്സി തുടച്ച് വെക്കുകയാണ് കേട്ടോ. മിക്സിയിലിട്ടിട്ടാണ് പൊടി അരച്ചത്. അപ്പോൾ പിന്നെ ആ സ്പോട്ടിൽ തന്നെ മിക്സി ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത് ഞാൻ 2 പാന് ഗ്യാസുമ്മ വെച്ചിരുന്നു. 2 കൂടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയെല്ലാം ഉണ്ടാക്കൽ എന്നാൽ കൂടുതൽ നിൽക്കുക വേണ്ട. അതുകൊണ്ടാണ് കേട്ടോ 2 പാനും കൂടി ഒന്നിച്ച് വെക്കുന്നത്. നമ്മൾ ഇന്ന് വെരിക്കോസിന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് അടുക്കളയൊക്കെ ഇറങ്ങിയപ്പോഴേ 4 മണിയായെന്ന് പറഞ്ഞില്ല. അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. നമ്മൾ വെരിക്കോസിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് ഇന്നലെയും പോയിരുന്നു കേട്ടോ, മിഞ്ഞാന്നും പോയിരുന്നു ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിഞ്ഞാന്ന് ആദ്യം കാണിച്ചു വന്നു. അതിൻ്റെ ശേഷം ഇന്നലെയാണ് പിന്നെ സ്കാനിങ്ങിന് വേണ്ടി ചെല്ലാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങൊക്കെ എടുത്തു. 2 കാലിലും വെരിക്കോസ് ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇന്നൊന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ സ്കാനിങ്ങിനും പറഞ്ഞത് സർജറി തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 വർഷം മുന്നേ ഇതിന് വേണ്ടി കാണിച്ചിരുന്നു. അപ്പോഴും പിന്നെ സർജറി തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നല്ലൊരു എമൗണ്ടാണ് കേട്ടോ അതിന് 2 കാലിനും കൂടി അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ അതുവരെ അങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും ഡോക്ടർ പറഞ്ഞത് അത് തന്നെയാണ്. അപ്പോൾ പിന്നെ അതിനും ഒരു എമൗണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് പോന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചത് നടക്കാവിലെ നൗഫൽ തൊണ്ടത്ത് എന്നൊരു ഡോക്ടറാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറിൽ ചെറിയൊരു ക്ലിപ്പ് ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡോക്ടർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് കഴിഞ്ഞാലും അവർ ഉറപ്പ് തരുന്നില്ല കേട്ടോ ഇത് വെരിക്കോസ് മാറും എന്നുള്ളത്. ചെയ്ത് കഴിഞ്ഞാൽ ആ വെയിനിൽ വരില്ല എന്നാണ് കേട്ടോ പറയുന്നത്. വേറെ വെയിനിൽ വരാൻ സാധ്യതയുണ്ട് എന്നുമാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു കാര്യം കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ആ സ്പോട്ടിൽ പോകുന്നു കേട്ടോ. ഇനി ആലോചിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഇതുപോലെ വെരിക്കോസിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സർജറി ചെയ്തിട്ട് മാറിയിക്കണേ എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അതെ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫിനിമോൾ സ്കൂളിലോട്ട് വന്നിട്ടോ. ഷിബിലി മോൻ ആദ്യം വന്ന് കയറിയിരിക്കുന്നു. അപ്പോൾ അവളിന്ന് വരുമ്പോഴേ അമ്മച്ചി സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ വരുന്നത്. സർപ്രൈസ് വേഗം ഒന്ന് എടുക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് ക്ലാസ് മാഷ് പിന്നെ സക്കാത്തും പൈസ അവർക്കെല്ലാവർക്കും കൊടുത്തതാണ് കേട്ടോ. അതാണ് കേട്ടോ സർപ്രൈസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് കൊണ്ടുവന്ന് വരുന്ന സന്തോഷമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ പിന്നെ ഇന്നൊരു തട്ടിക്കൂട്ട് നോമ്പ് തുറയാണ് കേട്ടോ. അങ്ങനെ അതെ നമ്മൾ ദോശ ഉണ്ടാക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടോ. പിന്നെ ഞാനും ഫിലിമോളും അല്ലേ തുറക്കുന്ന സമയത്തേക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചു. അവൾക്ക് പിന്നെ അന്ന് നോമ്പില്ല കേട്ടോ. അങ്ങനെ അതെ നമ്മൾ ദോശ ഉണ്ടാക്കൽ ഇതോട് കൂടെ കഴിഞ്ഞു കേട്ടോ. ചിലപ്പോൾ ഞാൻ കടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ 2 പേരും പള്ളിയിൽ നിന്ന് വന്ന് തറാവീഹ് നിസ്കാരം അങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് ചോറ് താഴ്ച്ചിട്ടുണ്ട് കേട്ടോ. കടി പിന്നെ കുറച്ച് മീൻ മുളക് ഇട്ടതും പിന്നെ സോയാബീൻ കറി ഉണ്ടായിരുന്നു, അത് മതിയെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബത്തക്ക കഷ്ണം എടുത്തുകൊണ്ട് അത് പീസാക്കിട്ടോ. പിന്നെ ബത്തക്ക എനിക്ക് ഒറ്റക്ക് മതിയേനു. നമ്മളെ ഫിനിമോൾ ബത്തക്ക കൂട്ടിലിട്ട. പിന്നെ 2 ഈത്തപ്പഴം എടുത്തോ. പിന്നെ ഇത് ഒരു ചെറുനാരങ്ങ എടുത്തുകൊണ്ട് അതൊന്ന് വെള്ളം കലക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അതിലൊരു ഇത്തിരി നന്നായിട്ട് ഒഴിച്ചു. അപ്പോഴേക്കും ഇതേ കാലൊക്കെ കടഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. ഇങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ ഓരോ ദിവസവും തട്ടിമുട്ടി പോകുന്നത്. എത്ര വയ്യാന്ന് പറഞ്ഞാലും അടുക്കളപ്പണി നമ്മുടെ ഡ്യൂട്ടിയല്ലേ, അത് പിന്നെ നമ്മൾ തന്നെ ചെയ്യണ്ടേ. എപ്പോഴും പിന്നെ ഇക്കാനും ഷിബിലിമോനൊന്നും ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. ഷിബിലിമോൻക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് സ്കൂളുണ്ടായിരുന്നു. അവന് വന്നപ്പോഴേക്കും പിന്നെ ക്ഷീണിച്ചിട്ടോ വരിക. അപ്പോൾ പിന്നെ അവന് കുറച്ച് നേരം ഒന്ന് കിടക്കും.
അങ്ങനെ ദേ ഒരു 10 മിനിറ്റിൻ്റെ റെസ്റ്റിന് ശേഷം വീണ്ടും ഇറങ്ങിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് അലക്കിയതൊക്കെ ഇട്ടിരുന്നു, അതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ മടക്കി അതിൻ്റേതായ സ്ഥാനത്ത് വെക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. നോമ്പിന് ഞാൻ എവിടെയും പോകാനാവില്ല എന്ന് വെച്ചിട്ടുണ്ട്. നോമ്പിന് മുന്നേ തന്നെ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ഇപ്രാവശ്യം നോമ്പിന് ഇറങ്ങാനേ സമയമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് ഓരോരോ പോക്കായിട്ടോ. അങ്ങനെ ദേ ഡ്രസ്സൊക്കെ 2 റൂമിലെയും ഒതുക്കി വെച്ചിട്ടാ. നമ്മൾ ഷിബിലി മോനാണെന്നുണ്ടെങ്കിൽ സ്കൂൾ വിട്ടുന്ന് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോൺ കാണുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മുകളിൽ കയറി നോക്കിയതട്ടാ. പേരൊക്കെ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷികൾ നല്ലോണം കൊത്തിയിടട്ടെ ഇത്. അപ്പോൾ പിന്നെ കിട്ടിയിട്ട് 2-3 കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം ചിക്കുമരൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാട്ടാ. ചിക്കു 3-4 ദിവസം മുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ 4 ചിക്കൊന്നും ഞാൻ വലിപ്പം വെക്കാൻ വേണ്ടി എടുത്ത് വെക്കും. അപ്പോഴേക്കും പക്ഷികൾ വന്ന് കൊത്തിയിടും കേട്ടോ. അങ്ങനെ കിട്ടൽ കുറവാണ് കേട്ടോ. അപ്പോഴേക്കും ഫിലിമോൾ തുടങ്ങിയിട്ട് എനിക്കൊന്ന് തരും അമ്മച്ചിയും ചോദിക്കൽ. എന്നാൽ പിന്നെ എടുത്തോന്ന് പറഞ്ഞ് അവൾ ടേസ്റ്റ് നോക്കട്ടെ. അപ്പോൾ നല്ല മധുരം ഉണ്ട് അമ്മച്ചി എന്ന് പറയാണ് കേട്ടോ. പിന്നെ അൽഹംദുലില്ലാഹ് നമ്മളെ റംബൂട്ടാൻ ഇപ്രാവശ്യം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം കൂടുതൽ പൂവിടും, പക്ഷേ കുറേ എണ്ണം കൊഴിഞ്ഞ് പോകട്ടെ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഞങ്ങൾ ജാക്ക് ഫ്രൂട്ടില്ലേ, അതും ഓരോന്ന് ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കായ്ക്കൽ കുറവാണ് കേട്ടോ. അവിടെ ഓരോന്നൊക്കെ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നൊന്നിലൊക്കെ ആയിട്ട് പറിച്ചെടുത്ത പേരക്ക. അത് പിന്നെ മഗ്‌രിബിന് ശേഷം ഒന്ന് മസാല അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കു ഞാൻ പറഞ്ഞില്ലേ, പിന്നെ പഴുക്കാൻ വേണ്ടി വെച്ചിരുന്ന അരിയിലാണ് എടുത്ത് വെച്ചത്. അപ്പോൾ ആകെ 4 ഉണ്ടായിരുന്നത്. അതിൽ 2 പഴുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ 2 എടുത്തു. ബാക്കിയുള്ളത് 2 ആ അരിയിൽ തന്നെ വീണ്ടും വെച്ചിട്ടോ പഴുക്കാൻ വേണ്ടിയിട്ട്. ഫ്രൂട്ട്സുകളൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തോ. അപ്പോഴേക്കും ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സും പിന്നെ അതിൻ്റെ കൂടെ 2 ദോശയും വെച്ചു കേട്ടോ. എനിക്കോ ഫിലിമോൾക്കോ ആ സ്പോട്ടിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതെന്തേ പറഞ്ഞ സ്പോട്ടിൽ തന്നെ ചായയും കടിയും കുടിക്കാൻ കാരണം എന്നറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ വെള്ളവും പച്ചക്കല്ലും ഉണ്ടായിട്ടുള്ളൂ. അതൊന്നും ഞാനും ഫിലിമോളും കാര്യമായിട്ട് തിന്നതുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ സ്പോട്ടിൽ തന്നെ 2 കടി എളുപ്പം തിന്നാമെന്ന് വിചാരിച്ചു. പിന്നെ ചായയും കടിയും കുടിക്കണം എന്നുണ്ടെങ്കിൽ തറാവീഹ് നിസ്കാരം കഴിയണ്ടേ. 9-9:45 ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരും കൂടി കുറച്ചെടുത്ത് കുടിച്ചു കേട്ടോ. ഫിനിമോളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ തറാവീഹ് കഴിയുമ്പോഴേക്കും അവൾ ഉറങ്ങും കേട്ടോ. ചില സമയത്ത് ഉറങ്ങില്ല. അപ്പോൾ പിന്നെ ഫിനിമോൾക്ക് ഒരാഗ്രഹം കേട്ടോ, അമ്മച്ചി എനിക്ക് വാരി കാട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 കൂടി ഒരു പ്ലേറ്റിൽ നിന്ന് തന്നെ തിന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോമ്പറക്കലൊക്കെ കഴിഞ്ഞു, ടേബിളൊക്കെ ക്ലീൻ ആക്കിയിട്ടോ. പിന്നെ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഷിബിലിമോനെ ഇക്ക എത്തിയിട്ടോ. അപ്പോൾ ഇക്ക വന്നത് പിന്നെ മൂത്തച്ഛ ഇക്കാക്ക് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് കേട്ടോ വന്നത്. മൂത്തച്ഛൻ്റെ വകയാണ് ഇക്കാക്കുള്ള പെരുന്നാൾ ഡ്രസ്സ്. അപ്പോഴേക്ക് പിന്നെ കുട്ടികൾ സ്കാനിങ് കാണണമെന്ന് പറഞ്ഞിട്ട് അത് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. അത് എന്നിട്ട് എല്ലാവരും ഒന്ന് നോക്കണേ. അങ്ങനെ സ്കാനിങ് റിപ്പോർട്ടൊക്കെ എല്ലാവരും നോക്കിയിട്ട് അതിന് ശേഷം പിന്നെ പേരൊക്കെ പറിച്ച് വെച്ചിരുന്നില്ല, അതൊന്ന് മസാല അടിച്ചു. ഉപ്പും പിന്നെ മുളക് പൊടിയും സുറുക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കുന്ന ഈ ഷബാങ്ക് കൊടുത്തതിന് ശേഷം കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പള്ളിയിലേക്ക് പോകാറായില്ലേ. നോമ്പിന് പിന്നെ മസാലയുടെ ഉപ്പിലിട്ട് എന്തെങ്കിലും ഒന്ന് ആദ്യം തന്നെ ഇക്കാൻ്റെ അടുത്ത് ഫിലിമോള് സീറ്റ് കുടിച്ചാട്ടോ. അപ്പോൾ ഇക്ക വെള്ളത്തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവളോടൊന്ന് മാറി നിൽക്കാൻ പറയട്ടെ. അപ്പോൾ പിന്നെ തിണ്ണുമ്മ കയറ്റിയിരുത്തി. വെള്ളത്തുണി ആകുമ്പോഴേ അതിൽ സാലിനുള്ളതല്ലേ മുളക് പൊടി സുർക്കൊക്കെ. അപ്പോൾ പിന്നെ അത് വെള്ളത്തുണിയിലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ പോവാൻ. അപ്പോൾ അവളൊന്ന് മാറ്റിയിരുത്തിയതാട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആ ചിക്കു എടുത്തതാട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് കേടായിരുന്നു, ഒന്ന് പിന്നെ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് തറാവീഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാട്ടോ ഈ ചായ കുടിക്കുന്നത്. അപ്പോൾ ഫിനിമോളെ വിളിച്ചപ്പോൾ അവൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ വന്നോട്ടെ. 2 അമ്മച്ചിൻ്റെ സന്തോഷത്തിന് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ചാടിയൊക്കെ കഴിഞ്ഞു, പാത്രങ്ങൾ കഴുകണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ ദിവസവും ഞാൻ വേദന സഹിച്ചുകൊണ്ട് അടുക്കള പണികളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഷിഫയാട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.